സംസ്ഥാനത്ത് ഓണക്കാലമൊക്കെ എത്തുന്നതേ ഉള്ളൂ. പക്ഷേ പൊതുഭരണ വകുപ്പിൽ ഇന്ന് ഓണാഘോഷമായിരുന്നു. ആ ഓണാഘോഷത്തിന് പിന്നിലൊരു പ്രധാനപ്പെട്ട കഥയുണ്ട്, ഒരു യാത്രയപ്പിൻ്റെ കഥയുണ്ട്. നമ്മുടെ ചീഫ് സെക്രട്ടറി വേണു സാറിൻ്റെ യാത്രയപ്പായിരുന്നു ഇന്ന്. ആ യാത്രയപ്പിൻ്റെ ഭാഗമായി ഇന്നൊരു ഓണാഘോഷം കൂടി നടന്നു അല്ലേ? ഇന്ന് ഇവരെല്ലാവരും കൂടി എനിക്ക് തന്ന ഒരു സർപ്രൈസ് ആയിരുന്നു അത്. സമ്മാനമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് സദ്യ ഉണ്ടു. എല്ലാവരും കേരളീയ വേഷം ധരിച്ച് വന്നു. വളരെ സന്തോഷമായി. അപ്പോൾ ഓണത്തിന് സാറിന് മിസ് ചെയ്യുന്നുള്ളത് കൊണ്ടാണോ ഈ ഓണാഘോഷം നേരത്തെ കൊണ്ടുവന്നത്? അതെ, ഓണാഘോഷമായിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഓഫീസിൽ പൊതുവെ ഇന്ന് സാറ് പോകുന്നതിൻ്റെ ഒരു യാത്രയപ്പ് ചടങ്ങ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ കേരളീയ വേഷം തിരഞ്ഞെടുക്കാനുള്ള കാരണം മുണ്ടെടുക്കുന്ന ചീഫ് സെക്രട്ടറി ആയതാണോ? തീർച്ചയായിട്ടും സാറിന് ഇത് മാത്രമല്ല, കലകളെയും സിനിമയും അങ്ങനെ മലയാളത്തിനെ മൊത്തത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം? കുറച്ച് ഇമോഷണൽ ആയിരിക്കും എന്ന് കരുതുന്നു. അതെ അതെ, സന്തോഷ സങ്കടമുണ്ട്. മാഡാണ് വരുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സാറിനെ മിസ് ചെയ്യില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാഡത്തിലേക്കാണ്. മാഡം, കൈമാറ്റമാണ്. മുഖ്യമന്ത്രി അടക്കം പേരെടുത്ത് പരാമർശിക്കപ്പെട്ട ഒരു കൈമാറ്റമാണ്. എന്ത് തോന്നുന്നു? അയ്യോന്ന് തോന്നുന്നു. ഇനി എൻ്റെ അപ്പ ഇത് എന്താ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇനി വേണു ഒരു നിഴലായിട്ട് എൻ്റെ പുറകെ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അല്ല, ഉപദേശിയായിട്ടുണ്ടാവണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുറപ്പായിട്ടും 8 മാസം ഞാൻ ഇവിടെ നിന്ന് തിരിയാൻ സമ്മതിക്കില്ല. അപ്പോൾ സാർ എങ്ങനെ ഉപദേശം കൊടുക്കാൻ? അതോ റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കണം? ഇട്ടാൽ മാത്രം, അല്ലെങ്കിൽ അടികൊള്ളും. അപ്പോൾ ഈ ഒരു ദിവസം എങ്ങനെ ഓർമ്മിക്കപ്പെടും? വളരെ ഒരു പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. കാരണം ഒരു ചീഫ് സെക്രട്ടറി സർവീസിൽ നിന്ന് യാത്രയാകുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി ചീഫ് സെക്രട്ടറിയായിട്ട് തന്നെ ചുമതലയേൽക്കുന്ന ഒരു അപൂർവ സാഹചര്യം. മാത്രമല്ല, കേരളം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചീഫ് സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ഇന്ന് യാത്ര ചെയ്യുന്നത്. എല്ലാ രീതിയിലും വളരെയധികം സന്തോഷമായ ഒരു ദിവസം. അവസാനമായ ഒരു കാര്യം കൂടി, മകളുടെ വിവാഹമാണ്. അപ്പോൾ മാഡത്തിനോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പോൾ സാറ് ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ മകളുടെ വിവാഹം നടത്തണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവരുടെ ആഗ്രഹമാണത്. അവർ മാഡം പങ്കുവച്ചിരുന്നു അങ്ങനെ ആഗ്രഹമാണ്. അതെ അതെ അതെ, മാഡത്തിന്റെ സമയത്ത് തന്നെ അത് നടക്കണമെന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ആ പരസ്പരമുള്ള ആ പങ്കുവയ്പ്പിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. എന്തായാലും തിരുവനന്തപുരം ദർബാർ ഹാൾ സാക്ഷ്യം വഹിച്ചത് ഒരു വളരെ വൈകാരികമായ ഒരു യാത്രയപ്പിന് കൂടിയാണ്. ക്യാമറ പേഴ്സൺ കണ്ണൻ ഒപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1 തിരുവനന്തപുരം.